അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയൊക്കെ ബിസിനസ്സിനെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതെങ്ങനെ തുടങ്ങും, ഒരു ഗ്രാഹ്യമില്ല. എവിടെ നിന്ന് എന്ത് പറഞ്ഞ് തുടങ്ങും, എവിടെയാണ് ഫണ്ട് ഉണ്ടായിരുന്ന ഫണ്ട് മുഴുവൻ തീർന്നു പോയി. അപ്പോൾ അതിനുള്ളൊരു സാധ്യത മുമ്പിൽ കാണുന്നില്ല. അങ്ങനെ ആയിരുന്ന സമയത്ത് അധികം പൈസ മുടക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഡോളോമേറ്റ് എന്ന് പറയും. അതായത് ഒരു മിനറലാണിത്. ഇത് ഏലത്തിനും തേയിലയ്ക്കുമൊക്കെ ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ കട്ടപ്പനയിൽ ധാരാളം വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പോയി പഠിച്ചു. എൻ്റെ അന്നത്തെ ഒരു ഹൗസ് ഓണർ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. പുള്ളി കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു. അവിടുന്ന് ഞാൻ അവസാനിപ്പിച്ച് പോരുമ്പം ഒരു ലോഡുമായിട്ടാണ് പോകുന്നത്. അതായത് ഒരു ലോഡെന്ന് പറഞ്ഞാൽ 12 ടണ്ണ് ഈ ഡോളോമേറ്റുമായിട്ട് ഞാൻ ഹൈ റേഞ്ച് വന്നു. ഒരു ഓർഡർ എടുത്തു, ആ ഒരു തോട്ടത്തിൽ സപ്ലൈ ചെയ്തു. അവിടുന്ന് തന്നെ എനിക്കൊരു 4-5 ലോഡിൻ്റെ കൂടെ ഓർഡർ കിട്ടി. ഏകദേശം ഒരു 100 ടണ്ണോളം ആ തോട്ടത്തിൽ തന്നെ ഞാൻ വിറ്റു. ആ വർഷം മൊത്തം ഞാനൊരു 300 ടണ്ണ് വിറ്റു. അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് വെച്ചാണ് എനിക്കിപ്പോൾ ഉള്ള ബിസിനസ് നടത്താവുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കർത്താവ് എന്നെ പരാജയപ്പെടാൻ അനുവദിച്ചില്ല. കർത്താവ് അവിടെ പരാജയപ്പെടാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന മിഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു 3 വർഷം മാറ്റി വെച്ചുള്ള ഒരു മിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു സാമ്പത്തികമായ ഒരു ബാക്കിംഗ് ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റാതെ വന്നേനെ. കാരണം ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് 5 മക്കളും ഞാനും ഭാര്യ അടങ്ങുന്നത്. അപ്പം ഇത്രയും വലിയൊരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല സാമ്പത്തിക ശേഷി എനിക്ക് ബിസിനസ്സിലൂടെ അല്ലാതെ വേറെ വഴിയിലും എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. കൃഷിയിൽ നിന്ന് മാത്രം ആശ്രയിച്ച് എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പരാജയം തുറിച്ചു നോക്കുന്ന സമയത്തും കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റി.